നമുക്ക് അപ്പം ഉണ്ടാക്കാവേ. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ ഞാൻ എങ്ങനെയാണ് കള്ളപ്പം ഉണ്ടാക്കുന്നതെന്ന്. കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ തേങ്ങ പൊട്ടിച്ച് ഞാൻ വെള്ളം എടുത്ത് വെക്കുമെന്ന്. കണ്ടോ, ഇത് ഒരു തേങ്ങയുടെ തേങ്ങ വെള്ളമാണ്. പഞ്ചസാര ഇട്ട് ഞാൻ 2 ദിവസമായിട്ട് വെച്ചേക്കുന്നതാണ്. ഞാൻ 1 കിലോ അരിയായിരുന്നു ഇട്ടിരുന്നത്. സ്വല്പം ഞാൻ അരച്ചു പോയി. പിന്നെ ഓർത്ത് നിങ്ങൾ പറഞ്ഞു തരാമെന്ന്. കണ്ടോ, അരി കുതിരായിട്ടപ്പോൾ അതിനകത്തൊരു സ്വല്പം ഉലുവയും കൂടി ഇട്ടിരുന്നു. അത് ഞാൻ മിക്സ് ആയതുകൊണ്ടാണ് സ്വല്പം ഒരു നുള്ളു ഉലുവ ഇതിനകത്ത് അങ്ങും ഇങ്ങുന്നാണ്ട്. 1 കിലോ അരി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കണ്ട ഉലുവ ഉണ്ടായിരുന്നു അതിനകത്തെല്ലാം മിക്സായിപ്പോയി കേട്ടോ. കണ്ട അങ്ങും ഇങ്ങൊക്കെ കിടപ്പുണ്ട്. അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി അരയ്ക്കുവാണേ. ഇതിനകത്ത് ഇനി തേങ്ങ തിരികിയതുണ്ട്. നല്ല ഇളത് തേങ്ങയാണ്. കണ്ടോ, ഇളത് തേങ്ങയും കൂടെ ഇതിനകത്തിടും. ഒരു തേങ്ങ ഫുള്ളായിട്ട് തന്നെയാണ് 1 കിലോ അരിക്ക് ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിട്ടതിന് ശേഷം ഇതിനകത്തുനിന്ന് ഈ വെള്ളമില്ലേ ഇതും കൂടെ ഒഴിക്കും. ഇതിൻ്റെ നിരം വരെ നിൽക്കുന്നുണ്ടോ. ഇനി അരയ്ക്കും. നേരത്തെ ഞാൻ അരച്ചത് കുറച്ച് മാവട്ടെ. ബാക്കിയോടെ അരയ്ക്കാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ അരിയും വെള്ളവും തേങ്ങ വെള്ളവും തേങ്ങയാണ് ഇട്ടേക്കുന്നത്. ഇനി ഇത് അരച്ചില്ല എന്ന് പറഞ്ഞാൽ പകുതി അരഞ്ഞതിന് ശേഷം നമുക്ക് 2 തവി ചോറും കൂടെ ഇടണം. ഞാൻ ചോറിടാൻ നേരം കാണിച്ചു തരാവേ. ശരി, നമുക്ക് ഇതിനകത്ത് 2 സ്പൂൺ ചോറാണ് ഇടേണ്ടത്. 1, 2 കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടിക്കും. വെള്ളം ഒഴിക്കട്ടെ. തേങ്ങ വെള്ളം കണ്ടോ, ഈ തേങ്ങ വെള്ളം തന്നെ ഒഴിക്കാം. തേങ്ങ വെള്ളം ഉണ്ടല്ലോ നമുക്ക്. വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. ഓക്കെ, എല്ലാം കൂടെ ഇനി മിക്സിയുടെ ജാറും എല്ലാം കൂടെ വടിച്ച് ഒഴിച്ച് വെക്കണം. എന്നിട്ടൊരിച്ചിരി തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങ വെള്ളം ഒഴിച്ച് കഴിയണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചാലും മതി. എനിക്കൊരിച്ചിരി തേങ്ങ വെള്ളം ഉണ്ട്, ഞാൻ എടുത്തത് അതിനകത്ത് ഒഴിക്കും. ഇച്ചിരി കൂടുതൽ സാരമില്ല. കഴുകിയങ്ങ് ഒഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം അറിയാമോ, എല്ലാത്തിനെയും കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കണം. ഇപ്പം നമ്മൾ സോഡാപ്പൊടിയും ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇന്നലത്തെ മാവിൻ്റെ ഒരു സ്വല്പം ദോശയുടെ മാവ് അരച്ച പാത്രമായിരുന്നു. അപ്പം ഞാനത് വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ആ ദോശയുടെ മാവ് അരച്ചേക്കുന്നത് ഞാൻ വെച്ചിരുന്നത് കേട്ടോ. അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ തീരുമാനിച്ചത് കൊണ്ട് അതിനകത്തൊരു സ്വല്പം മാവതി വെച്ചിരുന്നു. അപ്പം നല്ല സോഫ്റ്റും ആയിരിക്കും, നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. ഇതിൻ്റെ ഒരു പുറത്ത് ഒരു 5 മണിക്കൂറാണ് വെക്കേണ്ടത്. ഇപ്പം ഞാൻ 7 മണിയായില്ലേ, ഇപ്പം ഇത് വൈകുന്നേരം 7 മണിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു 11 മണിയാകുമ്പോൾ എടുത്ത് വെക്കും. 11 മണിയായി എടുത്ത് വെക്കുമ്പോഴത്തേന് എത്ര സമയം വരും? 4 മണിക്കൂറേ വെക്കത്തുള്ളൂ. പിന്നെ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇടും. എന്നിട്ട് ഇതിനെ നമ്മുടെ ആവശ്യത്തിന് കോരി എടുത്തിട്ട് സ്വല്പം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് വെക്കും. അപ്പോൾ അത് പാകത്തിന് ഇരിക്കും. ഞാനൊരു 9 മണിയൊക്കെ ആയിട്ടാണ് കാപ്പി ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് അപ്പമായിരിക്കും. ബാക്കി നാളെ കാണിച്ചു തരാം കേട്ടോ. അന്ന് നമ്മൾ അരി അരച്ചില്ലേ, അരി അരച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇനി അടുത്ത ദിവസം കാണിച്ചു തരാമെന്ന്. കണ്ടോ, ഞാനത് മാവ് കോരി. കണ്ടോ, മാവ് കോരി ഞാനൊരു 7:15 ആയപ്പോൾ മാവ് കോരി വെച്ചു. ഇപ്പം സമയം 9 മണി. കോരിയിട്ട് അതിനകത്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പാകത്തിന് ഉപ്പിട്ട് ഒരു സ്വല്പം സോഡാപ്പൊടിയും കൂടെ ഇട്ട്. കണ്ടോ, ഇത് പൊങ്ങിയിരിക്കുന്നുണ്ടോ? കണ്ടോ, നല്ല പൊങ്ങിയിരിക്കുക. നമുക്കതിന് അപ്പം ഉണ്ടാക്കാം. കണ്ടോ? ഓക്കേ.